കുളത്തിക്കോയ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് ഒരു കുളത്തിൻ്റെ കരയിൽ ചായക്കട ഇട്ടുകൊണ്ടിരുന്ന കുളത്തിക്കോയ. അപ്പം എനിക്കിന്നും ഓർമ്മയുണ്ട്, അന്ന് ഞാൻ ഒരു വലിയ നേതാവായിട്ട് ഉടക്കി. അന്ന് ഞാൻ DYFIയുടെ നേതാവാണ്. പ്രസംഗിച്ചപ്പോൾ ടാറ്റ, ബിർള, ഗോയങ്ക, കുളത്തിക്കോയ എന്നാണ് പുള്ളി പറയുന്നത്. കുളത്തിക്കോയുടെ കടയിൽ ചായ അടിച്ച ആളിൻ്റെ ചെറുപ്പക്കാരനെ പിരിച്ചുവിട്ടെന്നുള്ള സമരത്തിന് ടാറ്റയും ബിർളയും ഗോയങ്കയോടും ഒപ്പം ഈ കുളത്തിക്കോയെ ചിത്രീകരിച്ച നേതാക്കന്മാരും നമുക്കുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പറയുന്ന ആ ഒരു വേര് കൃത്യം അറിയാതെ വേദനയുടെ അംശം അതിനകത്ത് ഉണ്ടായിപ്പോണത്. ടാറ്റയും ബിർളയും ഗോയങ്കയും ആരാണ്, അല്ലെ കോർപ്പറേറ്റുകൾ ആരാണ്, ഇവിടുത്തെ കഷ്ടപ്പെടുന്ന മുതലാളി ആരാണ് മുതലാളി എന്ന് പറഞ്ഞാൽ 3 പേരെ നിർത്തി ചായ അടിച്ചൊരു ചായക്കട നടത്തുന്ന ആൾ മുതലാളിയാണെങ്കിൽ ഞാൻ പറയുകയാണ്. ആ കാലഘട്ടമൊക്കെ ഇന്ന് മാറിപ്പോയി. ഞാനന്ന് കണ്ട അപ്പോൾ ഒക്കെ എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു, ഇത് ശരിയാണോ, ഈ കടത്തുവള്ളക്കാരുടെ സമരം ശരിയാണോ, അല്ലെങ്കിൽ ഈ ഒഴിവുകാരുടെ സമരം ട്രാക്ടറിനെതിരെ ശരിയാണോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ നിരവധി ക്വസ്റ്റ്യൻസ് അന്ന് വന്നിരുന്നു. പക്ഷേ ഒക്കെ മാറ്റം ഉണ്ടായി. ജനം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് പഴയതിലുമൊക്കെ സമൂഹം മാറിക്കഴിഞ്ഞു. അത്തരം സമരമുഖങ്ങളില്ല, അത്തരം കൺസെപ്റ്റുകളില്ല. അധ്വാനിക്കുന്നവന് ജീവിക്കാവുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കണം. ഇന്നും അതിനുള്ളൊരു ബേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇന്നത്തെ കണ്ടീഷനിൽ അത് അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ഒക്കെ ഒരു വേലിയേറ്റം മൂലം അത് നമുക്ക് നഷ്ടപ്പെടുകയാണ്. നമുക്ക് ആരാണ് ഇത്തരം കാര്യങ്ങൾ അഴിമതിയുടെയോ അല്ലെങ്കിൽ ഇത്തരം സ്വജനപക്ഷപാതത്തിൻ്റെയോ ഒക്കെ കാര്യത്തിൽ വർത്തമാനം പറഞ്ഞ് വിജയിച്ച് നമ്മൾ സത്യവാനാണെന്ന് വാചകമടിച്ച് വിജയിക്കുന്ന ആരാണോ അവർക്കാണ് സ്ഥാനം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുന്നു. പണ്ടത്തെ ഞങ്ങളുടെ കുട്ടനാട ഗ്രാമത്തിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു. കുറച്ചുകൂടെ ഞാൻ കണ്ടിട്ടുള്ള ആ കാലഘട്ടവും ഈ കാലഘട്ടമുള്ള വ്യത്യാസമാണ്. ഒത്തിരി നല്ലവരും മിടുക്കരും ഉണ്ടായി. ആ കൂട്ടത്തിൽ തന്നെ നമ്മളെ പറഞ്ഞു പറ്റിക്കാനും നമ്മളെ വർത്തമാനം പറഞ്ഞ് കണ്ണിൽ പൊടിയിടാനും എന്ത് തെറ്റ് ചെയ്താലും ഇപ്പം തന്നെ അഴിമതിയുടെ കാര്യമൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ കൊടുത്ത നോട്ടിൻ്റെ നമ്പർ ഏതാ എന്നിട്ട് പറ ഞാൻ അഴിമതിയാണെന്ന് പറ എന്നുവരെ നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ തയ്യാറാകുന്ന രീതിയിൽ നമ്മുടെ നാടിൻ്റെ അഴിമതി മാറുമ്പോൾ, നമ്മുടെ നാടിൻ്റെ നേതാക്കന്മാരുടെ സ്വഭാവ രീതി മാറുമ്പോൾ ഞാൻ എൻ്റെ നാട്ടിലോട്ട് ഞാനിപ്പോഴും ആലോചിക്കുകയാണ്. എൻ്റെ അച്ഛൻ അവിടെ വർഷങ്ങളോളം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിട്ടിരുന്ന ആളാണ്. ഗോവിന്ദക്കുറുപ്പ് എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ. ഞങ്ങളുടെ അച്ഛൻ മരിക്കുന്ന സമയത്ത്, എൻ്റെ അമ്മ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിക്കുന്നു. എനിക്ക് 10-20 വയസ്സുള്ള സമയത്ത്. ആ സമയത്ത് ഞങ്ങൾക്ക് അന്ന് അച്ഛൻ സൊസൈറ്റിയിലിരുന്ന സമയത്ത് അച്ഛൻ ജാമ്യം നിന്ന് ഒപ്പിട്ട് കൊടുത്ത 100 കണക്കിന് ആൾക്കാർക്ക് ലോൺ കിട്ടിയിട്ട് തിരിച്ചടയ്ക്കാത്തതിൻ്റെ പേരിൽ ഞങ്ങളുടെ വസ്തു മുഴുവൻ ജപ്തി ചെയ്തു പോയി. ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലം പോലും കേസിൽപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായൊരു സാഹചര്യം ഞാൻ ആലോചിക്കുകയാണ്. അപ്പം അങ്ങനെ അതിനകത്ത് ഞാനൊരു ഗ്രാമീണതയുടെ നൈർമല്യം കാണുകയാണ്. കാരണം നമ്മുടെ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു അച്ഛന് പ്രസിഡൻ്റായിരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. അതിനച്ഛൻ എല്ലാവർക്കും ജാമ്യം നിന്ന് കൊടുത്തിരിക്കാം വോട്ട് കിട്ടാൻ വേണ്ടി. പക്ഷേ ജാമ്യം നിന്ന് പലരും കൃഷി മോശമായപ്പോൾ അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. അവസാനം പണി കുറുപ്പച്ചന് കിട്ടി. കുറുപ്പച്ചൻ കുറച്ച് കാലം പ്രസിഡൻ്റായിട്ടിരുന്നു. ആ പുള്ളി മരിച്ചപ്പം വസ്തുവൊക്കെ ജപ്തിയിലായിപ്പോയി. അപ്പം അത്തരം ബന്ധങ്ങൾ, അതല്ലാതെ നാടിൻ്റെ ഖജനാവ് കട്ടുമുടിക്കുന്ന ഒരു സംസ്കാരം ഒരിക്കലും ഞാൻ കുട്ടനാടൻ ജനതയിലോ എൻ്റെ ആ കാലഘട്ടങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഒത്തിരി നവസംസ്കാരങ്ങളുടെ, നൈർമല്യം നിറഞ്ഞ സംസ്കാരങ്ങളുടെ ഒത്തിരി എലിമെൻ്റുള്ള ഒരു നാടാണ് കുട്ടനാട്. കുട്ടനാട്ടിലെ മറ്റൊരു ഉത്സവം എന്ന് പറയുന്നത് ഈ ജലോത്സവങ്ങളാണ്. കുട്ടനാട്ടുകാർക്ക് ഭയങ്കര താല്പര്യമുള്ളതാണ് വള്ളംകളി. എനിക്ക് തോന്നുന്നു ചമ്പക്കുളം മൂലം വള്ളംകളിയോടുകൂടിയാണ് ഈ കുട്ടനാടൻ ജലോത്സവങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേതാണ്ട് പുന്നമടക്കായലിലെ നെഹ്റു ട്രോഫിയോടുകൂടി അത് തീരും. അതിനിടയ്ക്ക് ഇപ്പം നീരേറ്റുപുറം വള്ളംകളി, അല്ലെങ്കിൽ പായിപ്പാട്, രാമങ്കരി, ഇങ്ങനെയുള്ള ഒത്തിരി വള്ളംകളികളുണ്ട്. ഞങ്ങളുടെയൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, SSLCക്കൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നിന്ന് വള്ളങ്ങൾ പങ്കെടുക്കും. അപ്പം ഞങ്ങളോട് സിസ്റ്റേഴ്സെന്നും പറഞ്ഞ് നമ്മുടെ സ്കൂളിൽ നിന്നും വള്ളങ്ങൾ കൊണ്ടുപോകാനൊന്നും പറ്റുന്ന ആൾക്കാരില്ല, അത്തരം തടിമിടുക്കുള്ള തുഴച്ചിക്കാരൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് സ്കൂളുകാർ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തി. നമുക്കൊന്നും അത്രയും വലിയ തടിമിടുക്കില്ല. ചില സ്കൂളിലെ പിള്ളേർ തുഴയെടുത്ത് തുഴയണമല്ലോ, പക്ഷേ ഞങ്ങൾക്ക് തുഴയാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് അവർ അംഗീകരിച്ചില്ല. അങ്ങനെ ഞങ്ങളിപ്പോഴും ആലോചിക്കുന്നു, SSLCക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾ നീരേറ്റുപുറം വള്ളംകളിക്ക് ഞങ്ങളൊരു ചുരുളം വള്ളം പോയി വാടകയ്ക്ക് എടുത്തിട്ട് സ്കൂളിലെ പൈസയൊന്നും വേണ്ട, ഞങ്ങൾ തന്നെ പൈസ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ സ്കൂളിൻ്റെ പേരിൽ പോയിട്ട് ഞങ്ങൾ 6 വള്ളങ്ങൾ ഉണ്ടായിരുന്നു. 6ാമത് ഞങ്ങൾ ഫിനിഷ് ചെയ്തു. അത് ഏറ്റവും പുറകിലായിപ്പോയി. കാരണം പറഞ്ഞ കണക്ക് ഈ തുഴയാൻ വന്നതെല്ലാം നല്ല ഭയങ്കര ഫിസിക്കൽ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ സ്കൂളിലെ പിള്ളേരെല്ലാം ഒരു ജാതി കൊച്ചു പിള്ളേരുടെ ലൈനായിരുന്നു. എന്നാലും ഞങ്ങൾ ഫിനിഷ് ചെയ്തു. ഫിനിഷിംഗ് പോയിൻ്റ് വരെ ചെയ്തു. അത് കഴിഞ്ഞ് വള്ളക്കൂലി
കൊടുക്കാൻ പൈസയില്ല, വലിയ പ്രശ്നമായി. അപ്പോൾ റിഹേഴ്സലൊക്കെ നടത്താനായിട്ട്, തൊഴിൽ റിഹേഴ്സലൊക്കെ നടത്താനായിട്ട് ഞങ്ങൾ കാശൊക്കെ വീടുകളിൽ നിന്നൊക്കെ പിരിച്ചിട്ട് ഇതൊക്കെ ഇപ്പോൾ തോറ്റ് 6ാമത് ഫിനിഷ് ചെയ്തു എന്നുള്ള വന്നപ്പോഴത്തേക്ക് എല്ലാവരും നമ്മളെ തഴഞ്ഞു, പൈസയൊന്നും തരത്തില്ല. ഇപ്പോഴും ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ഈ ഒരു വലിയ മാമ്പഴക്കരി പാലത്തിൻ്റെ ഇപ്പുറത്തുള്ള ഒരു വലിയ വീട്ടിലാണ് വള്ള ഓണറുടെ വീട്. പുള്ളിയുടെ പേര് അപ്പച്ചൻ ചേട്ടൻ അങ്ങനെ കണ്ടായിരുന്നു തോന്നുന്നു. ഞങ്ങൾ ഇക്കരത്തെ ആറ്റിൻ്റെ ഇക്കരെ നിന്നിട്ട് അപ്പച്ചൻ ചേട്ടോ എന്ന് വിളിച്ചിട്ട് ഇക്കരന്ന് വള്ളം തള്ളി കൊടുത്തിട്ട് എടുത്ത് ഓടിക്കളഞ്ഞു. അപ്പച്ചൻ ചേട്ടന് കാശ് കൊടുക്കാൻ ഞങ്ങളുടെ ഇല്ലായിരുന്നു. അപ്പച്ചൻ ചേട്ടൻ തന്നെ ആ പിള്ളേരെ വിട്ട് ആറ്റിൽ നിന്ന് കുരുത്തം കെട്ടവന്മാർ അന്നേ പറഞ്ഞതാണ്, നിങ്ങൾക്ക് വള്ളം തരരുതെന്ന്, നിങ്ങൾ പൈസ തരത്തില്ലെന്ന്. ഞാനത് കേൾക്കാതെ തന്നതാണ് എന്നൊക്കെ പുള്ളി അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളോട് ക്ഷമിക്കണം, കാശില്ലാഞ്ഞിട്ടാണ്, അടുത്ത വർഷം ഞങ്ങൾ ഈ കാശ് കൂടെ തന്നിട്ട് വള്ളം എടുക്കും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ വള്ളംകളി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സംഭവമായിരുന്നു. ഞാനൊക്കെ ഈ കൊച്ചുവള്ളം കളിയുണ്ട്, അതിനകത്ത് തുഴയാനൊക്കെ പോയിട്ടുണ്ട്. കൊച്ചുവള്ളം കളിയിൽ കൊച്ചുവള്ളത്തിൽ നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. എൻ്റെ മക്കളൊക്കെ ഒന്ന് കണ്ടാൽ ഈ വള്ളവും വെള്ളവും തമ്മിൽ തുപ്പ നിൽക്കുന്ന, ഇങ്ങനെ ഇപ്പം വെള്ളത്തിൽ താഴെ പോകുമെന്ന് പറയുന്നത് നിൽക്കുന്ന അവസ്ഥയിൽ ഈ വള്ളം തുഴഞ്ഞു പോകാനായിട്ട് അന്ന് പറ്റുമായിരുന്നു. ഇന്നിവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് പോയിട്ടും എൻ്റെ തിരുവനന്തപുരത്തുകാരെ ഭാര്യയുമായിട്ട് അവിടെ പോയിട്ട് ഈ വള്ളത്തെ തുഴയുമ്പോൾ അവർക്ക് അത്ഭുതമായിരുന്നു ഇതൊരു സംഭവം എന്ന് പറയുന്നത്. ഒത്തിരി ജീവിതത്തിൽ ഈ ലാളന, സാമ്പത്തികമായിട്ട് കുബേര കുടുംബത്തിലൊന്നും അല്ലായിരുന്നെങ്കിൽ പോലും ലാളന അനുഭവിച്ച ആളാണ് ഞാൻ. കാരണം ഒരു മോനായിരുന്നു. എനിക്കൊരു പെങ്ങളുണ്ട്, എന്നെ ഈ 18 വയസ്സിന് മൂത്ത പെങ്ങളാണ് തുളസി എന്ന് പറയുന്നത്. ഞാൻ ജനിക്കുമ്പം തന്നെ എൻ്റെ പെങ്ങൾക്ക് കാക്കാഴത്ത് അമ്പലപ്പുഴ ഹൈസ്കൂളിൽ ജോലി കിട്ടിയിരുന്നു. അപ്പോൾ അത്തരം ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഒരു പെങ്ങളുണ്ടെങ്കിൽ കൂടി ഒറ്റയ്ക്ക് വളർന്ന ഒരു മോൻ, ഒരു ലാളന എനിക്ക് ശരിക്കും കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊച്ചുവെള്ളം വേണം, അല്ലെങ്കിൽ ഈ വള്ളംകളി കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പോകാൻ ഉള്ള ഒരു സാഹചര്യം എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് ഒരുക്കിയിരുന്നു. അന്ന് ഈ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമ്പത്തിൻ്റെ പേരിലല്ല, അതിനപ്പുറത്തേക്ക് സ്നേഹത്തിൻ്റെയും ഒരു ലാളനയുടെയും വലിയൊരു അംശം അനുഭവിച്ച വ്യക്തി എന്നുള്ള നിലയിൽ ഞങ്ങൾക്കന്ന് കുട്ടികളുടെ വോളിബോൾ ക്ലബ്ബുണ്ടായിരുന്നു. ആദ്യം ഈ വോളിബോൾ ക്ലബ്ബ് എന്ന് പറയുന്നത് വോളിബോളൊന്നും കൊണ്ടല്ല കളിച്ചത്. പ്ലാസ്റ്റിക് ചുരുട്ടി അത് വലിയ ബോളുണ്ടാക്കി പാടത്ത് കൊയ്ത്ത് കഴിയുമ്പോൾ ഞങ്ങൾ നെറ്റ് കെട്ടി, കയറുകൊണ്ട് നെറ്റുണ്ടാക്കും, എന്നിട്ട് കെട്ടിയിട്ട് ഞങ്ങൾ കളിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ കളിച്ച പലരുമൊക്കെ വലിയ വോളിബോൾ പ്ലെയർ ആയിട്ടുണ്ട്. അത് വേറെ കാര്യം. അപ്പം അങ്ങനെ പിന്നെ ആർട്സ് ക്ലബ്ബുകളുണ്ടായിരുന്നു. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് നീലിപ്പുലി എന്ന് പറയുന്ന ഒരു നീലപ്പുലി, ഒരു പുലയക്കടാത്തിയുടെ വേഷത്തിൽ പെൺവേഷമായിരുന്നു ഞാൻ ചെയ്തത് ഞങ്ങളുടെ ക്ലബിൻ്റെ നാടകത്തിൽ. അപ്പം അത് എനിക്ക് തോന്നുന്നു പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ്റെ ആയിരുന്നു. അന്നത്തെ വളരെ പേര് കേട്ടൊരു നാടകമായിരുന്നു അത്. ഈ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ കഥ പറയുന്നൊരു നാടകം തന്നെയായിരുന്നു എടുത്തത്. അപ്പോൾ അന്ന് 10-14 വയസ്സുള്ള സമയത്ത് പുലയക്കടാത്തിയുടെ വേഷമായിരുന്നു അന്ന് ഞാൻ ചെയ്തത്. അന്ന് എം.എൻ. ദാസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ജൂനിയർ യേശുദാസ്. ഞാൻ ഈ സല്ലാപം സിനിമയൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നത് എൻ്റെ കുട്ടിക്കാലത്തെ ഈ പുതുക്കരിയും ഗ്രാമമൊക്കെയാണ്. കാരണം വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് യേശുദാസിനെ കണക്ക് പാടിയിരുന്ന എം.എൻ. ദാസ്. ഇന്ന് അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. മിത്രക്കരി അമ്പലത്തിലോട്ടൊക്കെ പുള്ളി വരുമ്പം ഞങ്ങളൊക്കെ പുള്ളിയെ കണ്ടിരുന്നത് ഭയങ്കരമായിട്ട് യേശുദാസിന് തുല്യമായിട്ടാണ് കണ്ടിരുന്നത്. അന്നൊക്കെ ഒരു സിനിമയിലൊക്കെ പോയിട്ട് അവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരാൾ ഉദയ സ്റ്റുഡിയോയിലെ ലൈറ്റ് ബോയ് ആണ്. അയാൾക്ക് ഞങ്ങൾ സ്വീകരണം കൊടുത്തു. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത്? ഈ ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് ഉദയ സ്റ്റുഡിയോയിലെ തിയേറ്ററിൽ പുള്ളി പറയുന്നത് സത്യനും ഷീലയൊക്കെ തൊട്ടടുത്തിരിക്കുമ്പോൾ ഈ ലൈറ്റൊക്കെ പിടിച്ച് ഞാൻ അടുത്ത് പോയി നിൽക്കുന്ന ആളാണ് എന്നുള്ളൊരു ലൈറ്റ് ബോയ് ആയിരുന്നു പുള്ളി. നമുക്ക് ഇത് സത്യമാണോ എന്ന് പരീക്ഷിക്കാനായിട്ട് ഞങ്ങളുടെ 2-3 സീനിയറായ ആൾക്കാർ പോയി ഉദയ സ്റ്റുഡിയോയിൽ പോയിട്ട് അവർ വന്ന് പറഞ്ഞു സത്യമാണ്. ഇവൻ കയറി അടുത്ത് നിൽക്കുകയല്ലേ അവരുടെയൊക്കെ, സത്യൻ്റെയും ഷീലയുടെയൊക്കെ. സത്യമാണ്. ഞങ്ങൾ പുള്ളിക്ക് മുത്തക്കരി അമ്പലം മൈതാനത്ത് അന്ന് സ്വീകരണം കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ ഗ്രാമീണതയുടെ ഒരു നിഷ്കളങ്കതയും ആ ഒരു ആങ്സൈറ്റിയൊക്കെയാണ് ഞങ്ങളുടെ. അപ്പം സിനിമാ താരങ്ങളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന അയാൾ
ഫുൾ തണ്ണിയായിരുന്നു ഈ കക്ഷി, മനസ്സിലായോ? വെള്ളം. അപ്പോൾ പുള്ളി പറയുന്നത് സിനിമാക്കാരെല്ലാം ഭയങ്കര വെള്ളമാണ്, സിനിമയിലൊന്നും വെള്ളം ഇഷ്ടം. നമ്മളോട് ഒത്തിരി കഥകൾ ഈ പട്ടാളത്തിൽ പോയവർ പറഞ്ഞ് നമ്മളെ കേൾപ്പിക്കുന്നതിലെ കഥകളുണ്ടല്ലോ എന്ന് പറഞ്ഞതൊക്കെ സിനിമയിലൊക്കെ ഇങ്ങനെ മദ്യമൊക്കെ ഇങ്ങനെ ഒഴുകുകയാണ്. എന്തു വേണം, എ സി റൂമാണ്. എ സി റൂമിലാണോ ചേട്ടൻ കിടക്കുന്നത്? പിന്നെ എ സി റൂമിലാണ്. പിന്നെ ഞാൻ ഡയറക്ടറായപ്പോഴല്ലേ ഈ ലൈറ്റ് ബോയുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പം ലൈറ്റ് അടിക്കുന്ന ഒരാൾക്ക് പോലും സ്വീകരണം കൊടുക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള ഒരു കൊച്ചു ഗ്രാമം, ഇത്തരം കാര്യങ്ങളൊന്നും കടന്നു വന്നിട്ടില്ലാത്ത ഒരു ഗ്രാമം. ഞാൻ ആദ്യമായിട്ട് അതിനകത്ത് ഇപ്പോൾ ഗോപിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു ചായക്കടക്കാരൻ എൻ്റെ മനസ്സിലെന്നും നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. ഒരു തോർത്ത് മാത്രം ഉടുത്തിട്ട് നല്ല കൊടിയേറ്റം ഗോപിച്ചേട്ടൻ കണക്ക് തന്നെ ഒരു കഷണ്ടിയൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. മിത്രക്കരി അമ്പലത്തിൻ്റെ കടത്ത് കിടക്കുന്ന അതിൻ്റെ തൊട്ട് വലതുവശത്ത് ചായക്കട വളരെ പ്രശസ്തമായിരുന്നു, പുള്ളിയുടെ ഗോപിച്ചേട്ടൻ്റെ ചായക്കട. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഗോപിച്ചേട്ടൻ, അത് ഞാൻ പിന്നെ സിനിമകളിൽ പലയിടത്തും കേട്ടിട്ടുണ്ട് ഗോപിച്ചേട്ടനെ നമ്മൾ ചെന്നിട്ട് ചേട്ടാ ഒരു ബോണ്ട, അന്ന് ബോണ്ടയുണ്ട്, ഇങ്ങനെ ബോണ്ട വലിയ സംഭവമാണ് കുട്ടികൾക്ക്. ഒരു ബോണ്ട എന്ന് പറഞ്ഞാൽ പുള്ളി ഇവിടുന്ന് ഞങ്ങളിത് വിളിച്ച് പറയും ഒരു ബോണ്ടേ എന്ന് പറഞ്ഞ് വിളിച്ച് പോയിട്ട് പുള്ളി അകത്ത് തന്നെ പോയിട്ട് ഈ ബോണ്ട എടുത്ത് എല്ലാം പൊതിഞ്ഞിട്ട് ഞങ്ങളുടെ കൊണ്ട് തന്നിട്ട് ഒരു ബോണ്ടാന്ന് തിരിച്ചകത്തോട്ട് പറയും. എന്നിട്ട് പുള്ളി തന്നെ അകത്ത് പോയിട്ട് പറയും 30 പൈസ എന്ന് പറയും. അങ്ങനെ ഉള്ള ഒരു ക്യാരക്ടറൊക്കെ. അപ്പം അങ്ങനെയുള്ള ഗോപിച്ചേട്ടൻ, അങ്ങനെയുള്ള ഈ എന്താ പറയുക, ആ ഒരു എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലായ ഒരു പഴയ അലമാരി, ഒരു 2 ആഴ്ച മുമ്പ് ഉണ്ടാക്കിയ ബോണ്ട പോലും വെച്ചിരിക്കുന്ന അലമാരിയുടെ അത് തുറക്കുമ്പോൾ ഉള്ളൊരു സ്മെല്ലുണ്ടല്ലോ, എനിക്ക് ഭയങ്കര നല്ല മണമാണ് ആ ഒരു ഞങ്ങളുടെയൊക്കെ മനസ്സ്. ഞാനിന്ന് ഈ അടുത്ത കാലത്ത് പോയപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരുമായിട്ട് പോയപ്പോഴും ആ സ്ഥലം, ചായക്കടയൊന്നും ഇല്ലെന്ന്, ആ സ്ഥലം കണ്ടപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു കുട്ടിക്കാലത്ത് ഈ ബോണ്ട വെച്ചിരുന്ന ആ അലമാരിയുടെ സ്മെല്ല് പോലും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിനകത്തൊക്കെ നമ്മൾ എത്രമാത്രം ഇൻവോൾവ് ആയിരുന്നു നമ്മുടെ ആ ബാല്യകാല ജീവിതത്തിൽ എന്നുള്ളൊരു കാര്യം. അങ്ങനെയുള്ള നിരവധി കഥാപാത്രങ്ങളും നിരവധി നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളും നിറഞ്ഞ ഒരു കുട്ടനാടൻ ഒരു കഥയാണ് എനിക്കുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ നല്ലൊരു പ്രസംഗിക്കുമായിരുന്നു കൊച്ചിലെ. ഇപ്പോഴും ആലോചിക്കുന്നത്, എനിക്ക് പ്രസംഗം എഴുതുന്നതിനൊരു ചേട്ടത്തിയുണ്ട്. ഇപ്പോൾ ചേട്ടത്തിക്ക് 80 വയസ്സുണ്ട്. ഞാനിപ്പോൾ പോയപ്പോഴും കണ്ടിരുന്നു, കഴിഞ്ഞ ദിവസം പോയപ്പോഴും കണ്ടിരുന്നു. അപ്പോൾ ചേട്ടത്തി പറയാറുണ്ട്, ചേട്ടത്തിയെ മാരേജ് ചെയ്യുന്ന സമയത്ത് ഞാൻ ജനിച്ച സമയമാണ്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് എന്നെ വാത്സല്യത്തോടുകൂടി വളർത്തിയൊരു ചേട്ടത്തി. എനിക്ക് പ്രസംഗം, ഇപ്പോൾ അന്നത്തെ നക്ഷത്രങ്ങളുടെ ഇടയിൽ ചന്ദ്രനെ പോലെ തിളങ്ങി നിൽക്കുന്ന അധ്യക്ഷനും എന്നൊക്കെ പറഞ്ഞാണ് പ്രസംഗിക്കുന്നത്. ഇങ്ങനെയൊക്കെ പോയിട്ട് ക്ലാസ്സിൽ പ്രസംഗിച്ച് പ്രൈസ് മേടിച്ച് തന്ന് അതൊക്കെ എഴുതുന്നത് ഈ ചേട്ടത്തിയായിരുന്നു. അപ്പം അങ്ങനെ പ്രസംഗിക്കുമായിരുന്നു. അങ്ങനെ ബാലയന സഖ്യത്തിൽ പ്രസംഗിക്കാൻ പോയി. ബാലയന സഖ്യത്തിൽ എനിക്ക് പ്രൈസ് കിട്ടി. അന്ന് 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഞാൻ ഗാന്ധിജിയെപ്പറ്റി കവിത എഴുതി, എനിക്ക് കവിതയ്ക്ക് പ്രൈസ് കിട്ടി. അങ്ങനെ ഈ എൻ്റെ ജീവിതത്തിലെ കൊച്ചു കലാസപര്യയുടെ ഒരു തുടക്കം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ ആ കുട്ടനാട്ടിലെ എൻ്റെ 14-15 വയസ്സുകളിൽ തന്നെ എനിക്ക് തുടങ്ങാൻ സാധിച്ചിരുന്നു. ഒരു ലൈറ്റ് ബോയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിലെല്ലാം അയാളെ നമ്മൾ ആരാധനയോടെ കാണുന്ന സത്യൻ മാസ്റ്റർ അടുത്ത് പോയി ലൈറ്റ് വെച്ചോ നീ, അപ്പോൾ അടുത്ത് നീ കണ്ടിട്ടുണ്ടോ, തൊട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തൊട്ടിട്ടൊക്കെ ഉണ്ട്, പിന്നെ പുള്ളി അറിയാൻ പോകുന്നില്ല തൊട്ടാൽ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഭയങ്കര ആരാധനയോടെ കണ്ടിരുന്ന ഒരവസ്ഥ. അവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിനിമ കാണണമെങ്കിൽ മണിക്കൂറുകളോളം ഇരുന്നിട്ട് പോയി എടുത്തോ ബേബി പോയി സിനിമ കാണണമെങ്കിൽ നമ്മൾ അച്ഛൻ്റെ അടുത്തൊക്കെ ഒരു മാസം ചിലപ്പോൾ ഒരു സിനിമയ്ക്കൊക്കെ പോകാറുണ്ട് ഒരു മാസത്തിൽ. അപ്പം അങ്ങനെ കണ്ട സിനിമകളാണ് നമ്മുടെ മനസ്സിലുള്ളത്. ആ ഒരു ജീവിതത്തിൽ നിന്ന് മാറി ഇന്ന് ഒരു സിനിമാക്കാരനായി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതോ നമ്മളുടെ കാൽക്കുലേഷനോ ഒന്നുമല്ല സംഭവിക്കുന്നത്. പിന്നെ എവിടെയോ ഒരു നിശ്ചയദാർഢ്യം മനസ്സിൽ തോന്നിയിരുന്നു, എവിടാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല.
ഒരു സിനിമാക്കാരനാകണം എന്ന് എനിക്ക് തോന്നിയത് അതിന് ശേഷമുള്ള എൻ്റെ അമ്പലപ്പുഴയിലെ ജീവിതത്തിൻ്റെ സമയത്ത് എവിടെയോ തോന്നിയ ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. ഒത്തിരി പേരെടുത്ത് ഞാൻ ചാൻസ് ചോദിച്ച് പോയിട്ടുണ്ട്, അസിസ്റ്റൻറ്റ് ഡയറക്ടറാകാൻ പോയിട്ടുണ്ട്, ഒത്തിരി പേരെടുത്ത് പോയിട്ടുണ്ട്. അവസാനം ഞാൻ ഒരു ഗുരുവും ഇല്ലാതെ ആരുടെ കൂടെയും നിൽക്കാതെ സ്വന്തമായിട്ട് ഒരു ഡയറക്ടറായിട്ടും സിനിമ ചെയ്ത ഒരാളാണ് ഞാൻ പറഞ്ഞു വന്നത് കുറേയൊക്കെ എൻ്റെ ജീവിതത്തിലെ ഒരു ധൈര്യമൊക്കെ എനിക്കുണ്ടാകാനുള്ള ഒരു അവസ്ഥ ഈ കുട്ടനാട്ടിലെ ആൾക്കാരുടെ ജീവിതവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുത്തിയൊഴുകുന്ന പമ്പയാറ്റിൽ കൂടി ഒരു കയ്യിൽ പുസ്തകവുമായിട്ട് നീന്തി കയറാനുള്ള ഒരു ബാല്യത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യവും പിന്നെ പച്ചയായ സ്നേഹവും മനുഷ്യരോട് ഇടപഴകാനും പട്ടിണിയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരുടെ ദുഃഖം ഞാനെപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമാണ്. നമുക്കൊക്കെ ജീവിതത്തിൽ ഈ ദുഃഖം വരുമ്പോഴാണ് ഈ സ്നേഹത്തിൻ്റെ വില അറിയുന്നത്. ദുഃഖങ്ങൾ നമുക്കില്ലെങ്കിൽ നമ്മളൊക്കെ ഓക്കെയാണ്, ഒരു പ്രശ്നം ആരെയും വേണ്ട, മനസ്സിലായോ? ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് അത്തരം ബന്ധങ്ങളുണ്ട്. കാരണം പലരും വേദനയുടെയും ദുഃഖത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഒക്കെ നടുവിലായിരിക്കും. അങ്ങനെയുള്ളവനെ ഒരു സുഹൃത്ത് ചേർത്ത് പിടിച്ചിട്ട് സാരമില്ലടാ, ഇതൊക്കെ മാറും, നാളെ നിനക്കും നല്ലൊരു സമയം വരും, നിൻ്റെ അച്ഛൻ്റെ കൃഷി മട വീണ് പോയത് സാരമില്ല, നാളെ നല്ല കൃഷിയാകൂടാ, അന്നേരം നിനക്ക് നല്ല ഷർട്ട് മേടിക്കാൻ പറ്റും, നിൻ്റെ ഈ ബുദ്ധിമുട്ടൊക്കെ മാറുമെന്ന് പറയുമ്പം അങ്ങനെ ഒരാളെ ആശ്വസിപ്പിക്കുമ്പോൾ അതൊരു വലിയ സംഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും വലിയ പണക്കാരായി നമ്മൾ സുഖമായിട്ട് ജീവിക്കുമ്പോൾ അത്തരം ബന്ധങ്ങളില്ല. അത്തരം സുഹൃത്ത് ഒരാളെ പാറ്റ് ചെയ്തിട്ട് സാരമില്ലടാ, ഈ വേദനയൊക്കെ മാറി, നിനക്ക് നല്ലൊരു നാളെ നിനക്ക് വരൂടാ, അന്ന് നിനക്ക് സന്തോഷമായിട്ടിരിക്കാടാ എന്ന് പറയുന്ന ഒരവസ്ഥ ഇന്ന് ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് എൻ്റെ അവസ്ഥ മറ്റവൻ അറിയരുത്, നാണക്കേടാണ് എന്ന് പറഞ്ഞ് ഒളിഞ്ഞു മാറുന്ന ഒരാളുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാലമാണെന്ന് എനിക്കിന്നും നല്ല ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ വീട്ടിനെക്കാട്ടിലും 2-2.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ബോട്ട് ജെട്ടിയിൽ വന്നിറങ്ങുമ്പോഴും അവിടെ ഇറങ്ങിയിട്ട് ഞാൻ നടന്നു വരുമ്പോൾ അവിടുത്തെ ക്ലാരപ്പെമ്പിളയും കുട്ടിമാപ്പിളയും ഒക്കെ എന്നോട് ചോദിക്കുമായിരുന്നു, എങ്ങനെയുണ്ട് മോനെ അച്ഛന്, അമ്മയുടെ ക്യാൻസറിന് കുറവുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഗ്രാമത്തിലെ ഏത് മനുഷ്യൻ്റെ ഏതവസ്ഥയും പരസ്പരം അറിയാമായിരുന്നു. അത്തരം നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ പറയുന്ന പോലെ സുതാര്യത എന്നൊക്കെ പറയുന്ന പോലെ അതായിരുന്നു സുതാര്യത. മനുഷ്യർ തമ്മിൽ ഭയങ്കര അടുപ്പവും അന്യോന്യമുള്ള ഒരു ബന്ധങ്ങളുടെ ഇഴയെടുപ്പും ഉണ്ടായിരുന്നു. ഇന്ന് ഈ കോൺക്രീറ്റ് സൗധങ്ങളിലൊക്കെ താമസിക്കുമ്പം തൊട്ട് ഫ്ലാറ്റിൽ 4 അടി ഓപ്പോസിറ്റുള്ള കോറിഡോറിൻ്റെ അപ്പുറത്തുള്ള ഡോറിനകത്ത് താമസിക്കുന്ന ആരാണെന്നറിയാൻ പോലും അറിയാതെ ജീവിക്കുന്ന ഒരു ജനസമൂഹത്തിലാണ് ഞാൻ ഈ ടൗണിൽ ജീവിക്കുന്നത്. തൊട്ടപ്പുറത്തുള്ള ഫ്ലാറ്റിൽ താമസിക്കുന്ന തൊട്ടപ്പുറത്തെ ഡോറിൽ താമസിക്കുന്ന ആൾ കൊലപാതകയാണോ കള്ളനാണോ എവിടുത്തുകാരനാണോ അറിയാൻ മേല. ഞങ്ങളുടെ വീട്ടിൽ വരുന്നു, നമുക്ക് നോക്കേണ്ട കാര്യമില്ല, സത്യമാണ്. പക്ഷേ 3 കിലോമീറ്റർ അപ്പുറം താമസിക്കുന്ന അല്ലെ 5 കിലോമീറ്റർ അപ്പുറം താമസിക്കുന്ന ഒരാൾക്ക് ആ 5 കിലോമീറ്ററിനപ്പുറം താമസിക്കുന്ന ഒരാളുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അവിടെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലോ ദുഃഖമുണ്ടെങ്കിലോ സന്തോഷമുണ്ടെങ്കിലോ അന്വേഷിക്കും, തിരിച്ചറിയും എന്ന് പറയുന്നൊരു മാനസികാവസ്ഥ അതിനെ കൊച്ചായിട്ട് കാണാൻ പറ്റില്ല. അതാണ് മനുഷ്യത്വം, മാനുഷികമായ മനുഷ്യൻ്റെ ചില ജീവിതത്തിൻ്റെ പ്രത്യേകത. അത് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. കുട്ടനാട്ടിലെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ മറക്കാൻ പറ്റാത്ത കുറേ പേഴ്സണാലിറ്റീസ്, വ്യക്തിത്വങ്ങൾ ഉള്ളത് എൻ്റെ സ്കൂളിൽ തന്നെയായിരുന്നു. ഈ പറയുന്ന ഏഴ്സിലാമ്മയോ സബീനാമ്മയോ അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച കുരുവിള സാറ്, CD സാറ് എന്നൊക്കെ പറയുന്ന ഈ മനോഹരമായിട്ട് മലയാളം പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മലയാളം ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ജീവിത സാഹചര്യം വേറെ ആയിരുന്നെങ്കിൽ ഉടനെ ജോലി കിട്ടേണ്ട ഒരു ടെക്നിക്കലായിട്ട് ജോലി കിട്ടേണ്ട ഒരു കോഴ്സിന് പോകാനുള്ളത് തീരുമാനമൊക്കെ വന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും കൂടി ബേസ് ചെയ്തിട്ടായിരുന്നു. ഒരു ജോലി വേണം, അച്ഛനും അമ്മയൊക്കെ മരിച്ചു, കുട്ടനാട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് അമ്പലപ്പുഴയ്ക്ക് പെങ്ങളെടുത്തിട്ട് പോകേണ്ടി വന്നു. അപ്പം അങ്ങനെയാണ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കോളേജിൽ ചേർന്നിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് MA മലയാളമൊക്കെ പാസ്സായിട്ട് മലയാളത്തിലെ സാഹിത്യകൃതികളൊക്കെ പറ്റി പഠിപ്പിക്കും, വാചാലമായിട്ട് സംസാരിച്ച് പഠിപ്പിക്കുന്ന ഒരു ലെക്ചറാകണം. നമ്മുടെ സത്യത്തിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ജീവിതത്തിലൊന്നും ഈ ഒരു സാമ്പത്തിക നിലയിലോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മറ്റു തലങ്ങൾ ഭദ്രമാകുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നായിരിക്കും. ചിലപ്പം ഒരു സിനിമ ഡയറക്ടറാകാതെ ഒരു കോളേജ് ലെക്ചറോ പ്രൊഫസറോ ഒക്കെ ആയിട്ടുള്ള ജീവിതം നമുക്കറിയില്ല. നമ്മുടെ ചിന്തകളും നമ്മുടെ സ്വപ്നങ്ങളുമൊക്കെ എവിടെ ചെന്നെത്തുന്നു, എന്തായിരിക്കും അതിൻ്റെ എൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കും എന്നൊന്നും നമ്മുടെ കൺട്രോളിൽ പെട്ടതല്ലല്ലോ. അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് കുട്ടനാടൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അങ്ങനെ ഒരു മലയാളം പഠിപ്പിക്കുന്ന
ഒരു ലെക്ചറാകണം, കോളേജിൽ പോയി എന്നുള്ളതായിരുന്നു. പിന്നെ ഇപ്പം ഞാനന്ന് അമ്പലപ്പുഴയ്ക്ക് എൻ്റെ പെങ്ങളടുത്ത് പോകുമ്പോൾ SSLCക്കൊക്കെ പഠിക്കുന്ന സമയത്ത് പെങ്ങളടുത്ത് പോകാൻ നേരത്ത് നമ്മൾ ബോട്ടിൽ ഈ പറയുന്ന പുതുക്കരിയിൽ നിന്ന് ബോട്ട് കയറി, ആ ബോട്ട് എടത്വായിലൊരു ജെട്ടിയുണ്ട്, അത് കഴിഞ്ഞ് ചങ്ങങ്കരി, തായങ്കരി, കണ്ടങ്കരി. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 100 കരികൾ ഒറ്റവായി പറയുമായിരുന്നു. ചങ്ങങ്കരി, തായങ്കരി, കണ്ടങ്കരി, കൊമരങ്കരി, കുന്നങ്കരി, രാമങ്കരി, അങ്ങനെ കുറേ കരികൾ പറയുമായിരുന്നു. ഇപ്പോൾ എനിക്കത് ഓർമ്മയില്ല. ഈ പോകുന്ന വഴിക്ക് ചങ്ങങ്കരി, തായങ്കരി, ഇങ്ങനെ കുറേ ജെട്ടികൾ സ്റ്റോപ്പൊക്കെ ഉണ്ട്. അപ്പം കൊച്ചുനാളിൽ എനിക്കിപ്പോഴും ഓർക്കുന്നു, ഭയങ്കര സൗണ്ടാണല്ലോ ഈ ബോട്ടിൻ്റെ ശബ്ദം. ബോട്ടിലിരുന്ന് ഇങ്ങനെ ഒച്ചത്തി പാടും. ബോട്ടിലിരുന്ന് പാടുമ്പം ബോട്ടിൻ്റെ ശബ്ദത്തിൻ്റെ ഒച്ചത്തി പാടും, ആരും കേൾക്കത്തില്ല ബോട്ടിലിരുന്ന് പാടുന്നത്. അങ്ങനെ ആണ് ഈ ഒരു യാത്ര ഭയങ്കര രസകരമായിരുന്നു, ബോട്ടിലെ യാത്ര. ഇന്ന് ഭയങ്കര, നമ്മുടെ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ചെന്നാൽ ഭയങ്കര ഒരു ലാഗ് ഫീൽ ചെയ്യുമായിരിക്കും. കാരണം ഈ ബോട്ട് പുതുക്കരിയിൽ നിന്നും തകഴി വരണമെങ്കിൽ അന്ന് 2.5-3 മണിക്കൂർ എടുക്കും. പിന്നെ തകഴി വന്നിട്ട് തകഴിയിൽ നിന്ന് ബസ് കയറി, അന്ന് ഈ പാലങ്ങളൊന്നുമില്ല, തകഴിപ്പാലമൊന്നും, തകഴിയിൽ നിന്ന് ബസ് കയറിയാണ് അമ്പലപ്പുഴയ്ക്ക് വരുന്നത്. അപ്പം ഈ കുട്ടനാടിൻ്റെ എൻ്റെ കുട്ടനാടൻ ജീവിതവും ഈ 10-15 വയസ്സുള്ളപ്പോൾ കുട്ടനാട്ടിൽ നിന്ന് ഞാൻ തിരിച്ച് അമ്മയുടെ അസുഖം കാരണം അത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പെങ്ങടുത്തോട്ട് പോണതും, അങ്ങനെ അമ്പലപ്പുഴയിൽ പെങ്ങൾ അടുത്തോട്ട് വരുന്നതും, എൻ്റെ വിദ്യാഭ്യാസം ആ സമയത്ത് കഴിയുന്നതും, ഞാൻ എന്തായിരിക്കണം എൻ്റെ പിന്നെയുള്ള വിദ്യാഭ്യാസം എന്നുള്ളതിനെപ്പറ്റി പെട്ടെന്നൊരു നമ്മുടെ ജീവിതത്തിലൊക്കെ പെട്ടെന്ന് വളരെ സന്തോഷത്തോടു കൂടി ഒരു ഹീറോയെ പോലെ കുട്ടനാട്ടിൽ സ്കൂളിൽ എൻ്റെ സുഹൃത്തുക്കൾക്കിടയിൽ ഒക്കെ ജീവിച്ച വിനയൻ. അവിടെ ബാലയന സഖ്യത്തിൻ്റെ വലിയ ലീഡറായിരുന്നു. അവിടുത്തെ പ്രസംഗത്തിന് പുളുങ്കുന്നിലൊക്കെ സ്കൂളുകളിൽ പോയി പ്രൈസ് കിട്ടിയിരുന്നു. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ജീവിച്ച ഒരിടത്ത് എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള എൻ്റെ അമ്മയായിരുന്നു. ഞാൻ ഇന്നും പറയാറുണ്ട്, എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നത്. ഇപ്പോഴും അമ്മയുമായിട്ട് വഴക്ക് കൂടിയിട്ട് രാമായണത്തിലും ഭാഗവതത്തിലും ഒക്കെയുള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റിയുള്ള സംശയങ്ങൾ, നാമം ജപിക്കാതെ ചോറ് തരത്തില്ല എന്ന് പറയുന്നൊരവസ്ഥ വൈകുന്നേരം നമ്മൾ സാധാരണ പറയാറുണ്ട് വീടുകളിൽ, പിന്നെ ഈശ്വരനെ ഭജിക്കണം, നാമം ജപിക്കണം. എൻ്റെ വീട്ടിലതല്ലായിരുന്നു. അമ്മ ഈ രാമായണം വായിക്കുമായിരുന്നു. ആ കഥ വായിച്ചിട്ടൊരു അധ്യായത്തിൻ്റെ കഥ എനിക്ക് പറഞ്ഞു തരും. അല്ലാതെ നാമം ജപമൊന്നും അല്ലായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അതെൻ്റെ ജീവിതത്തിലൊരു ഭയങ്കര, എൻ്റെ സ്റ്റഡീസിന്, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഞാനായിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് തോന്നുന്നു ഈ വാസന്തി ലക്ഷ്മിയോ കരിമാടിക്കുട്ടനോ ഒക്കെ ഉൾപ്പെടെ, ദാദാ സാഹിബ് ഉൾപ്പെടെ, അത്ഭുതദേവ് എന്ന് പറയുന്ന ഫാൻറ്റസി ഉൾപ്പെടെ എന്തുമാത്രം കഥകൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മെനയാൻ സാധിച്ചു. 10-25 കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത്തരം കഥകളൊക്കെ എഴുതണമെങ്കിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ക്ലാസ് എൻ്റെ അമ്മ എന്നായിരുന്നു. രാമായണം വായിച്ചിട്ട്